നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ സിപിഎമ്മിന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിമർശനം ഉയരുകയാണ്. കഴിഞ്ഞ ദിവസം കൊല്ലം സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റിലും വിമർശനം ഉയർന്നിരുന്നു. രക്ഷാപ്രവർത്തന പരാമർശം തിരിച്ചടിയായി എന്നും മൈക്ക് വിവാദം മോശം പ്രതിച്ഛായ ഉണ്ടാക്കിയെന്നും അംഗങ്ങൾ പറഞ്ഞു. രണ്ടാം പിണറായി സർക്കാർ ആദ്യത്തേതിന്റേതിൽ നിഴൽ മാത്രമായി എന്നും കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ വിമർശനമുയർന്നു. എം വി ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾ പങ്കെടുത്ത ജില്ലാ കമ്മിറ്റിയിലാണ് മുഖ്യമന്ത്രിക്കെതിരെ സ്വന്തം ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ പോലും വിമർശനമുയർത്തിയത് എന്നതും വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. സമീപകാലത്ത് ഒന്നുമില്ലാത്ത രീതിയിലുള്ള വലിയ വിമർശനമാണ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ സംസ്ഥാന നേതൃത്വത്തിനെതിരെ ഉയരുന്നത്. നേതാക്കളുടെ തെറ്റായ സമീപനമാണ് തിരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് കാരണമായിരിക്കുന്നത്. ഇവരുടെ പ്രതികരണങ്ങളാണ് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നതെന്നും കമ്മിറ്റി വിലയിരുത്തിയിട്ടുണ്ട്. നവകേരള സദസ്സിനെതിരെ പ്രതിഷേധിച്ച് കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ച സംഭവം മുഖ്യമന്ത്രി രക്ഷാപ്രവർത്തനമെന്ന് പറഞ്ഞ് ന്യായീകരിച്ചതും വലിയ തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട്. മൈക്ക് വിവാദം വിപരീതമായ ഫലമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എം വി ഗോവിന്ദൻ മൈക്ക് ഓപ്പറേറ്റർമാർക്ക് ക്ലാസ് എടുത്ത സംഭവവും കമ്മിറ്റിയിൽ വിമർശനബോധമായി. പല കാര്യങ്ങളും പൊതുസമൂഹം കാണുന്നുണ്ട് എന്ന ജാഗ്രത പാർട്ടി നേതാക്കൾക്ക് ഉണ്ടായില്ല എന്നും അംഗങ്ങൾ തുറന്നു പറഞ്ഞു. ആദ്യ പിണറായി സർക്കാരിന്റെ നിഴൽ മാത്രമാണ് രണ്ടാം പിണറായി സർക്കാർ എന്നും മുൻഗണന നിശ്ചയിക്കുന്നതിൽ സർക്കാർ വലിയ പരാജയമാണെന്നുള്ള വിമർശനങ്ങളും കമ്മിറ്റി അംഗങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്.